നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനും ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഇന്നത്തെ കഥയില് ഹലോക് ഞൊണ്ടി നേരെ കൃഷ്ണമംഗലത്തേക്ക് വരുവാണ്. ഈ സമയത്താണ് ബാലന് ദേവമംഗലത്തിന് സിറ്റൗട്ട് നീ കാഴ്ച കാണുന്നേ. ആ സമയത്ത് അലോക് ഒന്ന് പേടിച്ചു പോയി. ദൈവമേ, ഇനി ഇങ്ങേരുടെ കയ്യിൽ നിന്നും കൂടെ കൊള്ളേണ്ട വരുമോ? ഓടാനുള്ള ആരോഗ്യം പോലും ഇല്ല. കൈയൊക്കെ ഇങ്ങനെ സ്ലിങ് ചെയ്തിട്ടിരിക്കുക, കാരണം തൂക്കിയിട്ടിരിക്കുക. കൈക്കൊക്കെ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പേടിച്ച് വിറച്ചാണ് അലോക് അങ്ങനെ ഒടുവിൽ കൃഷ്ണമംഗലത്തേക്ക് അങ്ങോട്ട് പോകുന്നേ. ആ പോക്ക് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ബാലന് അത്ര പന്തിയായിട്ട് തോന്നിയില്ല. ബാലൻ പെട്ടെന്ന് തന്നെ ആര്യനെ വിളിക്കുകയാണ്. ആര്യനെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ ആര്യ, നീ അലോകിനെ പെരുമാറിയെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ആര്യന് ആദ്യമൊന്നും മിണ്ടിയില്ല. സത്യം പറ, നീയോ ആകാശം കൂടെ കൂടി അവനിട്ട് പണി കൊടുത്തോന്ന്, അവനെ തല്ലോ മറ്റോ ചെയ്തോന്ന്. അതെ, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നു, കാരണം അച്ഛന്റെ വാക്കുകൾ ധിക്കരിക്കേണ്ടതായിട്ട് വന്നു. അവനെ ഒതുക്കത്തിലൊന്ന് കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ നന്നായിട്ടൊന്ന് പെരുമാറിയെന്ന് പറഞ്ഞു. പിന്നെ കൂടുതലൊന്നും ബാലൻ പറയാൻ പോയില്ല. ബാലന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായി. അവന് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയത് എന്നൊരു ചിന്തയായിരുന്നു ആ മനസ്സ് നിറയെ. ഇതേ സമയം ഞൊണ്ടി അലോക് നേരെ കൃഷ്ണമംഗലത്തേക്ക് കയറി ചെല്ലുവാണ്. രാത്രി ഓടി ഇറങ്ങി വന്നു. അയ്യോ, എന്റെ മോന് ഇത് എന്ത് പറ്റിയാന്ന് ചോദിച്ചു നെഞ്ചത്തടിച്ച് നിലവിളിക്കണം. എന്റെ അമ്മ ഒന്നും മിണ്ടാതിരിക്കുക, എനിക്കൊന്നും സംഭവിച്ചില്ല. അല്ല, ഇതെന്താണ് മോനെ, ഇതെന്ത് പറ്റി? മുഖത്തൊക്കെ മുറിവാണല്ലോ. ആരെങ്കിലും നിന്നെ ഉപദ്രവിച്ചോ അതോ ബൈക്ക് വല്ലതും മറിഞ്ഞാണോന്ന് ചോദിച്ചു. ഓ, ഇത്തിരി സമാധാനം എന്താ? അപ്പോഴേക്കും രാത്രി കയ്യേലി കയറി പിടിച്ചു. അവിടെ പിടിക്കില്ലേ, എനിക്ക് നല്ല വേദന എടുക്കുന്നുണ്ട്. ആ സമയത്താണ് ഇന്ദിരാമ്മയും കൂടെ വരുന്നത്. ഇന്ദിരാമ്മ ഇത് കണ്ടു. ഇന്ദിരാമ്മയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി ഉണ്ടായി. നന്ദിതയും കൂടെ വന്നു. ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചു. അലോകെ, നിനക്കിത് എന്ത് പറ്റിയതാടാന്ന് ചോദിച്ചു. എന്ത് പറ്റിയാന്ന് ചോദിച്ചിട്ട് അവൻ പറയുന്നില്ല. എടാ, ഇനിയിപ്പോ ആ ദേവമംഗലംകാർ വല്ല പ്രശ്നം ഉണ്ടാക്കാൻ വന്നോ? അവരാണോ ഇങ്ങനെ നിന്നോട് ഇതൊക്കെ ചെയ്തോന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലോക് പറഞ്ഞു, ദേവമംഗലം കൊള്ളാം, കൃഷ്ണമംഗലം ആണെങ്കിലും കൊള്ളാം, മനുഷ്യ ഇച്ചിരി മനസമാധാനം വേണ്ട. എടാ, നീ ഉള്ളത് ചോദിക്കുമ്പോ എന്തിനാടാ ഇങ്ങനെയൊക്കെ പറയണേ? നിനക്ക് എന്താ സംഭവിച്ചേ? അപ്പോഴേക്ക് അലോക് പറഞ്ഞു, അതെ, ബൈക്ക് എന്ന് പറഞ്ഞ എവിടെ? അതാ ജംഗ്ഷനിൽ വെച്ച്. ഏത് ജംഗ്ഷനിൽ വെച്ച് എന്ന് രാജശ്രീ ചോദിച്ചു. ഓ, ഇതിപ്പോ പോലീസ് മുറയിലാണല്ലോ അമ്മയുടെ ചോദ്യം കാര്യങ്ങളൊക്കെ. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത്രമാത്രം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നെ ഒന്ന് വെറുതെ വിട്ടേക്കാൻ പറഞ്ഞു. നന്ദിത പറഞ്ഞു. രാജശ്രീ, അവൻ പോയിച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അലോക് മുറിയിലേക്ക് ചെന്നു. അലോകിന് ഭ്രാന്ത് എടുക്കുമായിരുന്നു. കട്ടിലിരുന്നിട്ട് ഒരു വശത്ത് വേദന, മറുവശത്തോ ആര്യനോടും ആകാശിനോടുള്ള ദേഷ്യം. എടാ ആര്യ, ആകാശെ, നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഈ അലോകാരെന്ന് കാണിച്ചു നിന്നോടൊക്കെ ഞാൻ പ്രതികാരം ചെയ്യും. എങ്ങനെയാണെന്നറിയോ? അനുവിനെ വെച്ചിട്ട്, അനുവിനെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടായിരിക്കും നിന്നോടൊക്കെ ഞാൻ പ്രതികാരം ചെയ്യുന്നത്. അങ്ങനെ ഒരു ശപഥം ചെയ്യുവാണ് അലോക്. ഇതേ സമയത്ത് ശ്രീദേവി ഓരോന്നൊക്കെ ആലോചിച്ച് മുറിയിലിരിക്കുവാണ്. അപ്പോഴാണ് ഗോമതി വരുന്നത്. ഗോമതി എന്നിട്ട് പറഞ്ഞു, മോളെ, നീ എന്താ ആഹാരം കഴിച്ചില്ലേ? എനിക്ക് വേണ്ടമ്മ, വിശക്കുന്നില്ല. ഓഹോ, അങ്ങനെയാണ് ഇപ്പൊ തന്നെ മീനുവിനെ വിളിച്ചിട്ടുള്ളൂ എന്നും പറഞ്ഞിട്ട് മീനാക്ഷിയെ വിളിച്ചു. മീനാക്ഷിയെ വിളിച്ചിട്ട് ഗോമതി പറഞ്ഞു, മോളെ, ദേവി മോള് ആഹാരം ഒന്നും കഴിക്കണില്ല എന്ന് പറഞ്ഞു. കഴിക്കണില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടും കഴിക്കണില്ല എന്ന് പറഞ്ഞു. അതെ, ആ ഫോൺ അമ്മ ദേവി ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ശ്രീദേവിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. എന്താ ദേവി ചേച്ചി ഇത്? ഞാൻ ഇങ്ങോട്ടേക്ക് ഓഫീസിലേക്ക് പോകുന്ന തന്നെ ഒരു കൗൺസിൽ മീറ്റിംഗ് ഉള്ളത് കൊണ്ട് മാത്രമല്ലേ, അല്ലെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നല്ലോ. അപ്പൊ തന്നെ ദേവി ചേച്ചി കഴിക്കത്തില്ലല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കഴിച്ചില്ലെങ്കിൽ മീറ്റിംഗ് ഒന്നും ഞാൻ കാര്യമാക്കില്ല, ഞാനിപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു. ഒടുവില് ദേവി പറഞ്ഞു, ശരി, ഞാൻ കഴിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് ശ്രീദേവിക്ക് ആഹാരം എടുത്തു കൊടുക്കുകയാണ്. ശ്രീദേവി കഴിക്കാൻ പഠിച്ചിരുന്ന കഴിഞ്ഞപ്പോ ഗോമതി പറഞ്ഞു, എന്താ മോളെ ഇത്? ഒരു കാര്യം ചെയ്യാം, ഇനി ഇവിടെ നിൽക്കുന്നോണ്ടാ ബുദ്ധിമുട്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു യാത്ര പോ. കുറച്ച് ദിവസം ഒന്ന് മാറി നിന്ന് കഴിയുമ്പോഴത്തേനും മനസ്സിന്റെ വിഷമങ്ങളൊക്കെ മാറുമായിരിക്കും. ഇവിടെ നിൽക്കുമ്പോൾ കുഞ്ഞിനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വരത്തില്ലേ? വേണ്ടമ്മേ, എനിക്ക് ഇവിടെ നിൽക്കുന്ന അത്ര സന്തോഷ സുഖമൊന്നും വേറെ ഒരിടത്തും കിട്ടത്തില്ല. എവിടെ യാത്ര പോയാലും കിട്ടത്തില്ല. ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഈ വീട്ടിൽ കിട്ടുന്നത്ര സമാധാന സന്തോഷമൊന്നും എനിക്ക് കിട്ടില്ല. എനിക്ക് അതുകൊണ്ട് ഒരിടത്തേക്കും പോകണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോൾ ഗോമതിക്ക് കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഗോമതി പിന്നീട് പറഞ്ഞു, മോൾക്ക് ഞാൻ വാരിത്തരാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവിക്ക് വാരി കൊടുക്കുക. കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് മീനാക്ഷി കുറച്ച് ഫയൽസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് അവിടുത്തെ സ്റ്റാഫ് ശരത്ത് അങ്ങോട്ട് വരുന്നത്. കുറച്ച് സൈൻ ചെയ്യാനുള്ള ഫയലുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു. മാഡം, ഈ ഫയൽ സൈൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. സൈൻ ചെയ്തിട്ടില്ലേ? ഞാൻ എല്ലാ ഫയലും സൈൻ ചെയ്താണല്ലോ. പിന്നെ അത് തുറന്നു നോക്കി. ഓ, ഈ ഫയലോ? ഇത് സൈൻ ചെയ്യാനുള്ള ഫയലല്ല ശരത്തേന്ന് പറഞ്ഞു. അതെന്താ മാഡം? ഇത് മാറ്റി വെച്ചിരിക്കുന്ന ഫയലാ. ഇതാ കോറിയുടെ ഫയലല്ലേ, കൃഷ്ണമംഗലംകാരുടെ? അതെ, അവര് അനധികൃതമായിട്ടാണ് കോറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൃഷിയിടത്തില്. അത് മറ്റുള്ളവർക്ക് ദോഷകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് ഞാൻ സൈൻ ചെയ്യാത്തതെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശരത്ത് പറഞ്ഞു, മാഡം,
ഇത് തീക്കളിയാന്നുള്ള കാര്യം ഓർമ്മ വേണം. വലിയ വലിയ ആൾക്കാരുടെ മുട്ടുന്ന സമയത്ത് അറിയാലോ. ശരത്തിന് അത്ര നിർബന്ധമാണെങ്കിൽ ശരത്ത് ഒരു കാര്യം ചെയ്യാം. ശരത്ത് തന്നെ സൈൻ ചെയ്ത് മുകളിലേക്ക് അയച്ചു വിടുക. എന്താ സംഭവിക്കുന്ന അറിയാലോ. മാഡം ഇത് ശരിയാന്ന് തോന്നുന്നുണ്ടോ? എന്ത് ശരിയാന്ന്? ഞാൻ നിയമം വിട്ട് കളിക്കില്ലെന്ന് അറിയാലോ. ശരത്തിന് ചിലപ്പം വലിയ വലിയ ആൾക്കാരുമായിട്ട് പിടിപാടുള്ളതുകൊണ്ട് അതിൻ്റെതായ മെച്ചവും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. പക്ഷെ എൻ്റെ കാര്യം അങ്ങനെയല്ല. ഞാൻ നേരെ വാ നേരെ പോന്ന. ഞാൻ ജോലിയിലോ കൃത്രിമത്വം കാണിക്കില്ല. അത് ശരത്തിന് ഇനിയും മനസ്സിലായിട്ടില്ലല്ലേ? ഇതിനൊന്നും എന്നെ കൂട്ട് കിട്ടത്തില്ല. ശരത്തിന്റെ പണി എന്താന്ന് വെച്ചാൽ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി ദേഷ്യപ്പെടുവാണ് അയാളോട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ശരത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് അച്യുതനെ വിളിക്കുകയാണ്. അച്യുതനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്തായുടെ കാര്യങ്ങൾ? ഫയൽ അവളെ ഒപ്പിട്ട് ഒന്നിച്ചു. ഇല്ല സാറേ, ആ മീനാക്ഷി അവിടുന്ന് മാറ്റേണ്ട സമയം പണ്ടേ കഴിഞ്ഞു, അല്ലെങ്കിൽ പണി കിട്ടുമെന്ന് പറഞ്ഞു. എന്തായുടെ കാര്യങ്ങൾ? പിന്നീട് എല്ലാം പറയണം. അച്യുതനാണ് ആകെപ്പാടെ ഭ്രാന്ത് പിടിക്കുന്നതോട് തോന്നി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ കോറയുടെ ഫയൽ ഇതുവരെയായിട്ട് സൈൻ ചെയ്ത് കിട്ടിയിട്ടുമില്ല. ഇതേ സമയത്ത് ആര്യം വീട്ടിലേക്ക് വന്നു. കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടാ വന്നേ. കോമതി ഇതെന്താടാ? നല്ല കുറച്ച് പച്ചക്കറി കിട്ടിയപ്പോൾ വാങ്ങിയതാ. പിന്നമ്മേ, ഞാൻ 5 മണിക്ക് അലാറം വെച്ചിട്ടുണ്ട്. അടിച്ചു കഴിയുമ്പോൾ ഞാൻ എഴുന്നേറ്റിലേക്ക് എന്നെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. എടാ, നാളെ രാവിലെ നിനക്ക് ഓട്ടം ഉണ്ടോ? ഓട്ടമല്ലമ്മേ, മിത്രയെ കൂട്ടിക്കൊണ്ട് വരാൻ പോണം. അവൾക്ക് ട്രെയിനിങ് കഴിഞ്ഞ് വരുമല്ലേന്ന് ചോദിച്ചു. ഓ, ആ കാര്യം ഞാനും കൂടെ മറന്നുപോയി. പിന്നെ ഒരു കാര്യമുണ്ട്, അവളോട് ഞാൻ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അത് ട്രെയിനിങ്ങിന്റെ സമയത്ത് അവൾക്ക് ബുദ്ധിമുട്ടാവില്ലോ എന്ന് കരുതിയിട്ട്. കാരണം അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ അവള് ഓടി ഇങ്ങോട്ടേക്ക് വന്നേനം. അതുകൊണ്ട് ഞാൻ അവളോട് ഈ കാര്യത്തെക്കുറിച്ചൊന്നും പറയാതിരുന്ന, ട്രെയിനിങ്ങിന്റെ കാര്യത്തെക്കുറിച്ച്. അത് കേട്ടപ്പോൾ ഗോവിന്ദന് മുഖമൊക്കെ വല്ലാതായി. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ അവൾ ഈ വീട്ടിലേക്ക് വരുന്ന കാര്യം ഏട്ടത്തിമാർക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അതെന്താ നീ പറയാത്തെ? ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി, അതുകൊണ്ടാ പറയാത്തേന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി മുറി നോക്കിയപ്പോൾ ആനന്ദിനെ കാണുന്നില്ല. ആനന്ദൻ്റെ എവിടെ പോയി? ഹാളിലേക്ക് വരുവാണ്. അപ്പോഴേക്കും ആകാശ് ചോദിച്ചു, എന്താ ദേവിയെടുത്ത് എന്താ ഉറങ്ങിയില്ലേന്ന് ചോദിച്ചു. അതെ, ആനന്ദേട്ടനെ കാണുന്നില്ലേ? ആകാശും ധർമ്മനും കൂടെ അങ്ങോട്ട് വന്നു. വീണ്ടും അവൻ പോയോന്ന് ചോദിച്ചു. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, അവൻ പോയിട്ടുണ്ടെങ്കിൽ അവൻ എവിടെയാ എന്താന്നൊക്കെ ഞങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞു. ആ സമയം ആകാശ് പറഞ്ഞു, ഒന്ന് വിളിച്ചു നോക്ക് ആര്യ. ആനന്ദേട്ടൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്ക്. ഞാൻ വിളിച്ചു നോക്കി, ഫോൺ സ്വിച്ച് ഓഫ് ആന്ന് പറഞ്ഞു. അപ്പൊ ഇനി എന്തി, വാ നമുക്ക് പോയി നോക്കാന്ന് പറഞ്ഞ് അവരങ്ങ് ഇറങ്ങാൻ തുടങ്ങുവാണ്. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, അതെ, മുറിയിൽ നിന്ന് ബെഡ്ഷീറ്റും തലവണയൊക്കെ എടുത്തോണ്ട് ആനന്ദേട്ടൻ പോയതാ. ആ, അങ്ങനെയാണ് അവൻ എവിടെ എന്താന്ന് ഞങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞ് നേരെ ടെറസിലേക്ക് വെച്ച് പിടിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ടെറസെ കിടക്കുന്നുണ്ട് ആനന്ദ്. ആ കിടപ്പ് കണ്ടപ്പോൾ ധർമ്മം ചോദിച്ചു, ഇതെന്താടാ നീ ഇവിടെ വന്ന് കിടക്കണേ? ദേവിയായിട്ട് എന്തിനു പ്രശ്നമുണ്ട്? ഇല്ല, ഇവിടെ കിടക്കുവാണെങ്കിൽ നല്ല സുഖമല്ലേ, കാറ്റും വെളിച്ചമൊക്കെ ഉണ്ടിങ്ങനെ കിടക്കാലോ എന്ന് കരുതി. ഓ, അപ്പൊ അതാണല്ലേ. അപ്പോഴേക്കും ബാക്കി എല്ലാരും കൂടെ അവിടെ ഇരുന്നു. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് ഇവിടെ അങ്ങോട്ട് കൂടിയാലോ എന്ന് ചോദിച്ചു ടെറസേല്. ആനന്ദ് ചോദിച്ചു, എന്തിന്? എന്താ, നമ്മൾ മുമ്പ് ഇങ്ങനെയായിരുന്നല്ലോ, കല്യാണത്തിന് മുമ്പേ നമ്മള് 4 പേരും കൂടെ ടെറസേ കൊടും, പിന്നെ ബിയറൊക്കെ മേടിച്ച് ആഘോഷിച്ച്. അത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, ഒന്ന് പതുക്കെ പറ, അളിയനെങ്ങാനും കേട്ടാൽ. എവിടെന്ന് കേൾക്കാനായിട്ട്? അതെ, മാമന ഞങ്ങൾക്ക് ആദ്യമായിട്ട് ബിയർ മേടിച്ചെന്ന് അറിയാലോ. എടാ, അറിയാതെ പോലും അങ്ങനെയൊന്നും പറഞ്ഞു പോയേക്കരുത്. എങ്ങാനും അളിയൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ കാര്യത്തിൽ തീരുമാനമാവും. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, പിന്നെ അച്ഛന് കുറച്ചൊക്കെ അറിയാം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബിയർ കഴിക്കുന്നുണ്ടെന്നൊക്കെ. അച്ഛനാരാ മോനെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോ ആനന്ദ് പറഞ്ഞു, അതെ, ബിയറൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ധർമ്മം പറഞ്ഞു, നീ ഇവിടെ കിടക്കൊന്നും വേണ്ട, ഇങ്ങനെയേ ശോകം അടിച്ച് കിടക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ആനന്ദിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.